ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. 89,378 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. എല്ലാ ദിവസവും 85,000-ന് മുകളിലാണ് ഭക്തർ ദർശനം നടത്തുന്നത്. കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചതിനാൽ പുല്ലുമേട് സത്രം പാതയിൽ നിയന്ത്രണം തുടരും. 1000 പേർക്കാണ് വണ്ടിപ്പെരിയാർ സത്രം വഴി സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. ഭക്തർക്ക് ഇന്നു മുതൽ കേരള സദ്യ നൽകും എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്തു നിന്നും മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. സന്നിധാനത്ത് ഭക്തജന തിരക്ക് നല്ല രീതിയിൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും 85,000-ന് മുകളിൽ ഭക്തർ ദർശനം നടത്തി മടങ്ങുന്നു. സുഗമമായ ദർശനം തന്നെയാണോ നിലവിൽ നടക്കുന്നത്? ചില പരാതികൾ ഉയരുന്നുണ്ട്, നമുക്ക് അതിലേക്ക് എത്താം. അതിനു മുമ്പ് ഇപ്പോൾ ശബരിമലയിൽ ഭക്തരുടെ ദർശനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? രോഹിണി, സ്വാമി ശരണം. ഭക്തജന പ്രവാഹമാണ്. മണ്ഡലകാലം തുടങ്ങിയപ്പോൾ മുതലുള്ള ഇടമുറിയാതെയുള്ള ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന ആ കാഴ്ച എല്ലാ ദിവസവും അതേപടി തന്നെ നിലനിൽക്കുകയാണ്. എനിക്ക് പിന്നിൽ ഫ്ലൈ ഓവറിൽ കാണാം. ഫ്ലൈ ഓവർ ഭക്തരാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. താഴെ നടപ്പന്തലിലും സമാനമായ കാഴ്ചയാണ്. മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട്. മരക്കൂട്ടം മുതൽ ബാച്ചുകളായി തിരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെയാണ് ആ ഭക്തരെ മുന്നോട്ട് നീക്കുന്നത്. കുഞ്ഞയ്യപ്പന്മാർ, കുഞ്ഞു മാളികപ്പുറങ്ങളൊക്കെ ഈ ആഴ്ചകളിൽ ധാരാളമായി എത്തുന്നു. അയൽ സംസ്ഥാന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന വിധമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി അയൽ സംസ്ഥാന ഭക്തർ എത്തുന്നത്. കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ ഈ ദിവസങ്ങളിൽ വലിയ വർധനവ്. അത് മുൻ വർഷത്തേക്കാൾ കൂടുതലാണ് കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണം ഇത്തവണ എന്നുള്ളതാണ്. പുല്ലുമേട് സത്രം പാതയിലൂടെ ശരാശരി 4,000-ന് മുകളിൽ ഭക്തർ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ എരുമേലി അഴുതക്കടവ് പാതയിലൂടെ 1,500-ന് മുകളിൽ ഭക്തർ ശരാശരി എത്തുന്നുണ്ട്. ഈ കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായതുകൊണ്ട് കാനനപാതയിലൂടെ എത്തിയ ഭക്തരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായതുകൊണ്ട് തന്നെ സത്രം പുല്ലുമേട് പാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സത്രം പുല്ലുമേട് പാതയിലൂടെ ദിവസം 1000 ഭക്തർക്കാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നത്. വെർച്വൽ ക്യൂ ബുക്കിംഗ് ചെയ്തിരിക്കുന്ന ഭക്തർക്ക് ഈ നിയന്ത്രണം ബാധകമല്ല. പക്ഷേ സ്പോട്ട് ബുക്കിങ്ങിലൂടെ 1000 ഭക്തരെ മാത്രമാണ് കാനനപാതയിലൂടെ പുല്ലുമേട് സത്രം പാതയിലൂടെ കടത്തിവിടുന്നത്. ഇപ്പോൾ എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഇനി അടുത്ത ദിവസങ്ങളിലും അവധിയുടെ ദിവസങ്ങൾ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ വലിയ തിരക്ക് ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലുമുണ്ട്. മണ്ഡലപൂജയുടെ അടുത്ത ദിവസങ്ങൾ വരികയാണ്. തീർത്ഥാടനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, മകരവിളക്ക് തീർത്ഥാടനത്തിലേക്ക് കടക്കാൻ പോകുന്നു. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ഒരു തിരക്ക് സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. രോഹിണി, അതെ, മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഉള്ള ദിവസങ്ങളിലും വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മിഥുൻ, അതോടൊപ്പം ചില ആക്ഷേപങ്ങൾ വലിയ രീതിയിൽ തന്നെ പോലീസിനെതിരെ ഉയരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഡ്യൂട്ടിയിൽ എത്തിച്ചേർന്ന 4ാമത്തെ ബാച്ച് പോലീസിനെതിരെയാണല്ലോ ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഭക്തരെ പിടിച്ചു തള്ളുകയും വലിച്ചു കയറ്റുകയും ഒക്കെ ചെയ്യുന്ന നടപ്പന്തലിലും 18-ാം പടിയിലും അടക്കമുള്ള അങ്ങേയറ്റം വിഷമകരമായ കാഴ്ചകളൊക്കെ ജനം ടിവിക്ക് ആ ദൃശ്യങ്ങളൊക്കെ ലഭിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ അപമര്യാദയായി ഭക്തരോട് പെരുമാറുന്നത്? രോഹിണി, തുടക്കത്തിൽ ഈ പരാതി ഉയർന്നതാണ്. ഭക്തരോട് മാന്യമായി അല്ല പെരുമാറുന്നത് എന്നത്. പക്ഷേ അതിന് ചില പരിഹാരങ്ങൾ ഉണ്ടായി. വലിയ പരാതികൾ ഉണ്ടാകാതെ അത് പരിഹരിക്കാൻ പോലീസിന് സാധിച്ചു. പക്ഷേ ഇപ്പോൾ 4ാമത്തെ ബാച്ച് ഡിസംബർ 17-ാം തീയതിയാണ് സന്നിധാനത്ത് ഡ്യൂട്ടിക്ക് എത്തിയത്. ഈ 4ാമത്തെ ബാച്ചിൽ 1,500-ലധികം പോലീസുകാരാണ് ഉള്ളത്. ഈ പോലീസുകാർ മാന്യമല്ലാതെയാണ് പെരുമാറുന്നത്. പോലീസുകാരുടെ ഭാഗത്തുനിന്ന് നിരന്തരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിക്കുന്നു. ഭക്തരെ പിടിച്ചു തള്ളുന്നു. അത് നടപ്പന്തലിലായാലും 18-ാം പടിയിലായാലും ഭക്തരെ ക്രൂര മർദ്ദന മുറകൾ പ്രയോഗിക്കുന്ന വിധം ഭക്തരെ കൈകാര്യം ചെയ്യുന്നു. ഇങ്ങനെയുള്ള പരാതികളാണ് വ്യാപകമായി ഉയർന്നു വരുന്നത്. അയൽ സംസ്ഥാന ഭക്തരിൽ നിന്നടക്കം ഇത്തരത്തിൽ പോലീസിനെതിരെ ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. 18-ാം പടിയിൽ കുട്ടികൾ വീഴുന്നടക്കമുള്ള സംഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായി. വ്യാപകമായി അത് 18-ാം പടി കയറ്റിവിടുന്നതിലടക്കം വളരെ വേഗത്തിൽ ഈ ഭക്തരെ പിടിച്ചു വലിച്ച് കയറ്റിവിടുന്നു. അത് മനുഷ്യരോട് സാധാരണഗതിയിൽ പെരുമാറുന്നതിനപ്പുറത്തേക്ക് വളരെ വേഗത്തിൽ ബലപ്രയോഗത്തിലൂടെ ഈ ഭക്തരെ 18-ാം പടി കയറ്റിവിടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയുമൊക്കെ ചെയ്തത്. അങ്ങനെ വളരെ ബലപ്രയോഗം പലയിടങ്ങളിലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പോലീസിനെതിരെ ഉയർന്നു വരുന്ന പരാതി. അതോടൊപ്പം തന്നെ മാന്യമായല്ല പോലീസ് പെരുമാറുന്നത് എന്നുള്ള ഒരു പരാതിയും ഈ 4ാമത്തെ ബാച്ചിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഈ ശബരിമല സന്നിധാനത്ത് എത്തുന്ന ഭക്തരോട് തികച്ചും മാന്യമായി, അത് സാധാരണ മറ്റ് ഭാഗങ്ങളിലുള്ള ആളുകളോട് പെരുമാറുന്നത് പോലെ അല്ലാതെ വേണം തീർത്ഥാടകരോട് പോലീസ് പെരുമാറേണ്ടത് എന്നുള്ള നിർദ്ദേശം പലതവണ നൽകിയതാണ്. പക്ഷേ ഭക്തരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാതി പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക്
പോലീസിനെ സമീപിക്കുകയോ അല്ലെങ്കിൽ ഫ്ലൈ ഓവറിലും നടപ്പന്തലിലും ഒക്കെ കാത്തു നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ പോലീസ് അമാന്യമായിട്ട് പെരുമാറുന്നു. വളരെ മോശമായിട്ട് ക്രിമിനൽസിനോട് എന്ന പോലെ രീതിയിലൊക്കെ ഭക്തരെ കൈകാര്യം ചെയ്യുന്നു. ഇങ്ങനെയുള്ള പരാതികളാണ് വ്യാപകമായി ഉയർന്നു വരുന്നത്. എന്തായാലും ആക്ഷേപങ്ങൾ പോലീസിനെതിരെ വ്യാപകമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി 17-ാം തീയതിക്ക് ശേഷം വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട്. അയൽ സംസ്ഥാന ഭക്തജനങ്ങളടക്കം ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഭക്തർ പ്രായമായവരടക്കം ഈ 18-ാം പടി കയറി വരുമ്പോൾ വീഴുന്നത് പതിവാകുന്നുണ്ട്. കുട്ടികൾ വീഴുന്നുണ്ട്. നടപ്പന്തലിലും ഫ്ലൈ ഓവറിലുമൊക്കെ പോലീസുമായി വാക്കുതർക്കം ഭക്തർക്ക് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ പോലീസുമായി വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ പലപ്പോഴും പോലീസ് അസഭ്യ പദപ്രയോഗങ്ങൾ നടത്തുന്നു എന്നുള്ള പരാതികൾ വ്യാപകമായി ഉയരുന്നുണ്ട്. ഇങ്ങനെ പോലീസിനെതിരെ 4ാമത്തെ ബാച്ചിനെതിരെ ഈ 17-ാം തീയതിക്ക് ശേഷം വ്യാപകമായിട്ടുള്ള പരാതികളാണ് സന്നിധാനത്ത് ഉയർന്നു വരുന്നത്. പോലീസിന്റെ പെരുമാറ്റം, ഭക്തരെ കൈകാര്യം ചെയ്യുന്ന രീതി, ഭക്തരെ പിടിച്ചു തള്ളുന്ന രീതി, ഭക്തരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി പോലീസിന് മാറ്റി നിർത്താം, പക്ഷേ അതങ്ങനെയല്ല. ബലപ്രയോഗത്തിലൂടെ മാറ്റി നിർത്തുമ്പോൾ പലപ്പോഴും ഭക്തരുടെ ശരീരത്തിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് ഈ പോലീസ് കൈകാര്യം ചെയ്യുന്ന രീതി മാറുന്നു എന്നുള്ളതാണ് ഭക്തർ പരാതിയായി നമ്മെ അറിയിക്കുന്നത്. ഇത് ദൃശ്യങ്ങൾ സഹിതം പുറത്ത് വിട്ടതുമാണ് ജനം TV. ഭക്തരുടെ പ്രതികരണം സഹിതമാണ് ഈ കാര്യത്തിൽ വാർത്ത നൽകുകയും ചെയ്തത്. രോഹിണി. ശരി മിഥുൻ, എന്തായാലും മണ്ഡലകാലം തുടങ്ങി നിരവധി ആക്ഷേപങ്ങളാണ് ശബരിമല സന്നിധാനത്ത് ഭക്തർക്കെതിരെ നടക്കുന്ന പോലീസിൻ്റെ ചില അപമര്യാദപരമായ പരാമർശങ്ങളും അതോടൊപ്പം പ്രവർത്തികളും കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതെല്ലാം ഒരു മാറ്റം വരണമെന്ന് തന്നെയാണ് ഇവരും ആഗ്രഹിക്കുന്നത്. എത്ര തിരക്കുണ്ടായാലും ഭക്തരോട് മാന്യമായി തന്നെ പെരുമാറേണ്ടത് പോലീസിൻ്റെ കർത്തവ്യമാണ്.